ആരാണ് ആ നിൽക്കുന്ന ആരാണെന്ന് എല്ലാവരും കണ്ടല്ലോ. റിനി ആൻഡ് ജോർജ്. അതായത് വി ഡി സതീശൻ ഇലക്ഷൻ എന്ന സമയത്ത് വി ഡി സതീശന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് ഈ പറയുന്ന റിനി ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടോ? ഞാനും ഇന്ന് രാവിലെയാണ് ഇതൊക്കെ കാണുന്നേ. ഈ ചുമ്മാ അല്ല, അവൾ അന്ന് ഇന്റർവ്യൂ വന്നിട്ട് ഒരു ഡയലോഗ് അടിച്ച ജയിക്കാതിരിക്കാൻ അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ. ഇപ്പൊ ഇവളൊക്കെ ഏത് നിലപാടാ സ്വീകരിക്കുന്നത്? ഇതൊന്നും ആ വി ഡി സതീശന് അറിയത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും വിഷമകരമായിട്ടുള്ള കാര്യം. എന്റെ പൊന്ന് റിനി, നിന്നെ പോലെ അപ്പുറം ഇപ്പുറം ചാടി കളിക്കുന്ന ഒരു ഡാഷ് മോളായിരുന്നോ? ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കോൺഗ്രസിനെ ഇഷ്ടപ്പെട്ട് കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ട് അവള് നൈസായിട്ട് എല്ലാം പണി ഒപ്പിച്ച് വെച്ചിട്ട് പുറത്തോട്ട് ചാടുന്നു. ഈ അടുത്ത സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോയപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവള് അപ്പുറവും ചാടും ഇതിന്റെ അപ്പുറവും ചാടും. ഇവിടെ അച്ഛൻ CPM ഏതാണ്ട് നേതാവും കാര്യങ്ങളൊക്കെയാണ്. മോള് കോൺഗ്രസിനോട് ചെറിയൊരു ഇഷ്ടം. കുഞ്ഞിനെ മുതലേ ഈ പറയുന്ന വി ഡി സതീശനുമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ചുതരാം. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഇവിടെയൊക്കെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അന്ന് ആരോ പകർത്തിയ ഒരു വിഷ്വലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവളെ വെറുക്കുന്നവർ മാത്രമേ ഈ ലൈക്ക് അടിക്കാവുള്ളൂ. അല്ലാത്തവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ കമന്റ് ഇട്ടു. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എടാ, വ്യൂസ് ആണെങ്കിൽ 10,000-50,000 ഉണ്ടെങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു 1,000-1,500 പേര് ലൈക്ക് ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ഇവിടെ വെറുക്കുന്നവർ ഒന്നടി, എന്നിട്ട് പരമാവധി കോണ്ടന്റ് ഒന്ന് ഷെയർ ചെയ്യും. ഇവിടെ കള്ളങ്ങൾ ഇനിയും ജനങ്ങൾ മനസ്സിലാക്കാൻ കിടക്കുന്നുണ്ട്. പണ്ട് സരിത ചെയ്യാൻ നോക്കിയ ഒരു പരിപാടി നൈസായിട്ട് ചെയ്താൽ നോക്കിയതാ. പക്ഷെ സരിതയുടെ അത്രയോളം വന്നില്ല, ഭാഗ്യം. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഭരണം കിട്ടി. നമ്മൾ വെറുക്കുന്നവരെ ലൈക്ക് അടിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ആരും സബ്ബൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും വ്യൂ ഉണ്ട്, പക്ഷെ ആരും സബ് ചെയ്യുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പൊളിറ്റിക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ സബ്ബും കൂടെ ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോയും കൂടെ ഒന്ന് ചെയ്തു. നമുക്ക് വീഡിയോയിലോട്ട് തന്നെ പോവാം. പെരുങ്കള്ളി എന്ന് വെച്ചാൽ പെരുങ്കള്ളി. നമ്മൾ പറയുമ്പോൾ ഉള്ള കാര്യം തുറന്നു പറയണമല്ലോ. ഒരു ഉളുപ്പില്ലാതെ അവരുടെ ഇടയിൽ പോയിട്ട് അവളാള് കൊള്ളാലോ മോള്. കോൺഗ്രസ്സുകാർ പോലും ഇവളെ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. അന്ന് വെച്ച് അവള് മറുകണ്ട ചാടി കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെ VIP പാസ് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ ദൈവമേ, ഞാൻ ബാക്കിയും കൂടെ ഉള്ള വീഡിയോയും കൂടെ വെച്ചാൽ നിങ്ങൾ ആരും സ്കിപ്പ് അടിച്ചു പോരുത്. ദയവ് ചെയ്ത് കാണുമ്പോൾ മൊത്തമായിട്ട് കാണണം. സ്കിപ്പ് അടിച്ചു പോരുത്. സ്കിപ്പ് അടിച്ചു പോകുമ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ കഴിയുകയൊക്കെ ചെയ്യും എത്രാമത്തെ വീട്ടിലാണ് പോവുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളിതൊന്ന് കാണണം. ഇവിടെയൊക്കെ ഓരോ നിലപാടുകളെ ഇവിടെ പോലുള്ളവന്മാരെയൊക്കെ വീട്ടിൽ കയറ്റിയ വീടിന്റെ അവസ്ഥയൊക്കെ അധോഗതിയാണെന്നുള്ളത് സത്യം തന്നെയാണ്. ഈ വീഡിയോയെ കുറിച്ച് പറയുന്നതും പിന്നെ പഴയ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ മസ്റ്റായിട്ട് കാണണേ. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. DK ശിവകുമാർ, രേവന്ത് റെഡ്ഡി, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. DK സംഭവപരമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. പിന്നെ വി.ഡി. സതീശൻ സർക്കാരിനെ കുറിച്ച് എങ്ങനെ നോക്കിക്കാണുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് വി.ഡി. സതീശൻ സർ. അതുപോലെ ഉളുപ്പുണ്ടോടെ ഈ നായ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നാട്ടുകാർക്ക് മൊത്തം അറിയാം നിനക്കതില്ലെന്നും ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ നാട്ടുകാരായിട്ട് നിനക്കിട്ടൊരു പേര് പെറ്റു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ കൂടുതൽ ചിരക്കാതിരിക്കുന്ന കുറച്ചും കൂടെ നല്ലത്. സാറിന്റെ മണ്ണാൻ കെട്ട മാങ്ങ തൊലി കൊണ്ട് പറയിപ്പിക്കരുത്. ഇരച്ച് കയറുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അവിടെ ഇവിടെ ഒരു കാര്യം പറയാം, മറ്റേ പാർട്ടിക്കാരെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോൺഗ്രസിലുള്ള കുറെ നാറുകൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ വേണ്ടി കൂട്ടു നിന്നിട്ടും ഉണ്ടായിരുന്നു. ഇവക്ക് സപ്പോർട്ടായിട്ട് കുറെ അവൾമാരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായി? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയെന്ന് നിനക്ക് ആ ഓഫീസിൽ കയറാൻ പറ്റുമോ? അഥവാ നീ ആ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രത്യേക സമരം ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരായിരിക്കും നിനക്കെതിരെ ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത്. എന്റെ MLA കൂടിയാണ്. ഞാൻ കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ഒരു CM ആണ്. ഓ പൊന്നു മോളെ, നീ കൊടുത്ത ആർക്കാന്ന് എല്ലാരും ഇപ്പൊ കണ്ട്. എന്തായാലും അവിടെ നന്ദ പറയുന്നതല്ലേ അവിടെ ഏകത്തുള്ളൂ.
അപ്പൊ അതിന്റെ ഒരു സന്തോഷം എന്റെ MLA CM ആകുന്നതിനുള്ള വലിയൊരു സന്തോഷമുണ്ട്. ഓ, ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ല. അതിനൊരു വോട്ടെടുപ്പ് എടുക്കുവാണെങ്കിൽ മോളെ ഒരു 10 വോട്ട് നിനക്ക് കിട്ടുമായിരിക്കും. കാരണം നിന്നെ പോലുള്ള വർഗത്തിലുള്ള കുറെ അവളന്മാർ കോൺഗ്രസിൽ തന്നെ ഉണ്ട്. ഈ അടുത്ത് നമ്മൾ അവളന്മാരെ കുറിച്ചൊക്കെ സംസാരിച്ച് ഷഹനാസോ, അവളുടെ പേര് ഷബനാസോ, കുറെ ടീംസുകളുണ്ട്. ഞാൻ കൂടുതൽ അവളുടെ പേരൊന്നും എടുത്ത് പറയുകയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പൊ അവൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നിനക്ക് എന്താ പറയാ, നിനക്ക് നീ കാണിക്കുന്ന ഓരോരുത്തരും കൂട്ടി നിൽക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, എന്നെക്കൊണ്ട്. എന്റെ MLA ആയതുകൊണ്ടാണ്. അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാള്. അപ്പൊ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യും, CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പൊ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാളുകൂടിയായിരുന്നു. എന്റെ MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്. എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി. പാർട്ടിക്കാരിയോടി നിനക്ക് നാണവും മാനവും ഇല്ലേ? എടേ, ഇവക്ക് നാണമില്ലാത്തവളാണെന്നോ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. പാർട്ടിക്കാരി എന്ന് പറയാൻ എന്തോ യോഗ്യതയുണ്ട്? രാവിലെ കോൺഗ്രസ് ആണെന്നും പറഞ്ഞ് ഇറങ്ങി നടക്കും, രാത്രിയിലാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറഞ്ഞ്. ഇനി BJP ഇനി ഏത് സമയമാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇവളെ പോലുള്ളവർ എങ്ങനെ ഒരു രാഷ്ട്രീയക്കാരാവും? ഇല്ല, രാഷ്ട്രീയം വെച്ച് കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്, ആ ഗണത്തിൽപ്പെടുത്താൻ പറ്റും. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ചോർത്തി തരുന്ന 50,000 രൂപ, അവിടുത്തെ കാര്യങ്ങൾ അപ്പുറത്ത് കൂട്ടി കൊടുത്ത 70,000 രൂപ, അപ്പുറത്തു നിന്ന് കിഴക്കപ്പുറത്തോട്ട് വിടുകയാണെങ്കിൽ 1,00,000 രൂപ, ഇങ്ങനെ മേടിക്കുന്ന കുറെ ആൾമാരുടെ കൂട്ടത്തിൽ ഇവിടെയും കൂടെ നമുക്ക് പെടുത്താം. പണത്തിന് വേണ്ടി എന്ത് തോന്നിവാസം കാണിക്കുന്ന രീതിയിലായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെയൊക്കെയാ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്നത്. സിനിമയിൽ നിന്ന് വല്ല ഓഫറും വല്ലതും ഉണ്ടാക്കി കൊടുക്കാന്ന് വല്ലതും വിചാരിച്ച ആളുകൾക്കൊക്കെ എന്തായാലും ഒരു തൊലിക്കട്ടിയൊക്കെ സമ്മതിക്കണം. ഇനി VD സതീശനായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ വെച്ചുതരാം നിങ്ങൾക്ക്. ഞാൻ VD സാറുമായിട്ടൊരു കണക്ഷൻ ആണെന്ന് എങ്ങനെയാണ്? അതായത് നമ്മുടെ മണ്ഡലത്തിലെ തന്നെയുള്ള MLA ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല രീതിയിൽ കണക്റ്റഡ് ആവുമല്ലോ. പിന്നെ അതൊരു ഫാമിലി എന്നുള്ള രീതിയിൽ പരിചയമുണ്ട്. പിന്നെ അതൊരു കുറച്ചും കൂടി ഒരു വളരെ അടുത്തൊരു ആത്മബന്ധം എന്നൊക്കെയുള്ള രീതിയിൽ വളരെ അടുത്തൊരു ക്ലോസ്. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവായതിനു ശേഷമാണോ ഇത്രയും പേഴ്സണൽ അറ്റാച്ച്മെന്റ് ആകുന്നത്, അതോ അതിന് മുമ്പേ തന്നെ? എങ്ങനെയാണ് ആദ്യമായിട്ട് എങ്ങനെ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി MLA ആദ്യമായിട്ട് കാണുന്ന ഓർക്കുന്നത്? ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്റെ 5ഓ 6ഓ വയസ്സിലാണ്. അത് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അതായത് എന്റെ പള്ളിയിലെ പെരുന്നാളായിരുന്നു. ആ സമയത്ത് ഞാനും എന്റെ മദറും കൂടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ എനിക്ക് 2 മാലയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയി. ആ സമയത്ത് എന്തോ ഇലക്ഷൻ ടൈം എന്തോ ആയിരുന്നു. അപ്പൊ അദ്ദേഹം വോട്ട് ചോദിക്കാൻ എന്തോ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പൊ അന്ന് ചിരിച്ച് ആ കടയുള്ള ചേച്ചിയോടും എന്റെ മദറിനോടും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടപ്പോ തന്നെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഒരു അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. എനിക്ക് അറിയില്ല, ആ ചെറിയ പ്രായത്തിൽ പോലും ഐ ഫീൽ സംതിങ് കണക്റ്റഡ് വിത്ത്. എനിക്ക് എന്തോ ഒരു മുൻപ്. എന്റെ ദൈവമേ, ഇവള് പറഞ്ഞു പോകുമ്പോ കണ്ണിൽ കൂടെ നോക്കി എന്തോ കണക്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോ തീരെ സിനിമയുടെ കൂട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട്. എന്തൊക്കെ വിവരക്കേടാണോ? ചിലപ്പോൾ നാളെ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അടുത്ത ആക്ഷൻ വരുമ്പോ ഇവളെയും പറയുന്ന VD സതീശനെയും കൂടെ ആയിരിക്കും വെച്ച് കമ്പയർ ചെയ്യാൻ പോകുന്നത്. പരിചയമുള്ളതുപോലെ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ചിരി ഓർത്തിരിക്കുന്നുണ്ട്. അതെ ഈശ്വര, ഇനിയിപ്പോ മറുനാടൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുതരാം എന്ന വാക്കുകളൊന്നും ഞാൻ അവരെ കുറിച്ച് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനത്തോടെ മാത്രമേ ശ്രീമതി റിനി ആൻ ജോർജിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എല്ലാ സ്ത്രീയും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഈ യുവതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ വീഴ്ത്താനുള്ള ഇടതു തിരക്കഥ. എല്ലാ സ്ത്രീയും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ആ ഒരു ഇത് വെച്ച് കൊടുത്താണ് പുള്ളിക്കാരൻ, അല്ലെങ്കിൽ പുള്ളി വലിച്ചേറി വിട്ടാൻ ഇവളെയൊക്കെ. ആദ്യത്തെ കഥാപാത്രം അവർ അത് ഭംഗിയായി സുരക്ഷിതമായി അവതരിപ്പിച്ച സ്ഥലം വിട്ടു. പിന്നീട് സഖാക്കൾ അത് ഏറ്റെടുത്തു. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലായി. ഇപ്പോൾ MLA പോലുമല്ലാതായി. പക്ഷെ ഇവരെ ഏറ്റെടുത്തത് VD സതീശനായിരുന്നു. VD സതീശൻ അവർക്ക് പിതൃതുല്യനാണ് എന്നാണ് അവർ അവകാശപ്പെട്ടത്. അവരുടെ ബർത്ത്ഡേക്ക് VD സതീശൻ കേക്ക് മുറിക്കുന്ന ദൃശ്യം പുറത്തു വന്നു. എന്നാൽ ഒരിക്കൽ പോലും അവർ പറഞ്ഞ അവകാശവാദം VD സതീശൻ എവിടെയും ആവർത്തിച്ച് കണ്ടില്ല. സാധാരണ ഏതൊരാളോടുമുള്ള പരിചയത്തിനപ്പുറത്തേക്ക് VD സതീശന് ഈ സ്ത്രീയോടും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ അവർ അങ്ങനെയല്ല പറയുന്നത്. അവർ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശന് വേണ്ടി ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു. VD സതീശൻ തന്റെ പിതാവാണ് എന്ന് അഭിമാനത്തോടെ തുറന്നു പറഞ്ഞിരുന്നു. അവരാണ് VD സതീശനെ തോൽപ്പിക്കാനുള്ള ഇടതു പാളയത്തിൽ ചെന്ന് ആഘോഷ പരിപാടിയുടെ ഭാഗമായത് എന്നോർക്കുമ്പോൾ ഒരു ചതി മണക്കുന്നില്ലേ? തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് VD സതീശനൊപ്പം ഒരു ബെഞ്ചിലിരിക്കുന്ന ചിത്രത്തോടെ അവരിങ്ങനെ എഴുതി: 100 സീറ്റുകൾക്ക് മുകളിൽ നേടും, 5 ജില്ലകൾ തൂത്തുവാരും, ഡസൻ കണക്കിന് മന്ത്രിമാർ തോൽക്കും. പറഞ്ഞ ഓരോ വാക്കും കൃത്യം കേരളം കണ്ട ഏറ്റവും മികച്ച രാഷ്ട്രീയ ചാണക്യൻ സാക്ഷാൽ K. കരുണാകരന്റെ ഭാവിയുടെ വാഗ്ദാനം എന്ന് വാഴ്ത്തിയ VD സതീശൻ. മറ്റാരുടെ VD സതീശൻ അല്ലാതെ.
ഇവരുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചിത്രം ഇട്ടുകൊണ്ട് മെയ് 7 അവർ എഴുതി, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വിഷമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട പലതും നഷ്ടപ്പെട്ടതിന്റെ വേദന മുഖത്ത് എപ്പോഴും നിഴലിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹവുമായി വളരെ അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, മന്ത്രിസ്ഥാനം അപ്രതീക്ഷിതം നഷ്ടപ്പെട്ടപ്പോൾ വിതുമ്പിപ്പോയ ഒരു സതീശനെ കുറിച്ച്. അങ്ങനെ എത്രയെത്ര നെടുവീർപ്പുകൾ ഉതിർന്നിട്ടുണ്ടാവും. എത്ര അവസരങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ അർഹതപ്പെട്ട സ്ഥാനങ്ങളും ആസൂത്രിതമായി മാറ്റി നിർത്തപ്പെട്ട തന്റെ കഴിവുകൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയ എത്രയെത്ര വനവാസങ്ങൾ. അങ്ങനെ അങ്ങ് പോകുന്നു. അതിനുശേഷം മറ്റൊരു ചിത്രം, പുതിയ ചിത്രമാണ്. വി.ഡി. സതീശനും റിനിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതിലെങ്ങനെ എഴുതി, നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചുമൂടാൻ നോക്കിയ ഒരുത്തനില്ലേ, നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചപ്പോഴും ആളിക്കത്തിയ ഒരുത്തൻ. വനവാസമല്ല, ഇനി പട്ടാഭിഷേകം. പത്മനാഭന്റെ മണ്ണിൽ ഇനി എന്റെ ശ്രീ പത്മനാഭൻ വാഴും. എന്റെ പൊന്നോ, അത് കേട്ടപ്പോ എന്റെ ചങ്ക കത്തിയത്. എന്റെ ശ്രീപത്മനാഭൻ എങ്ങനെയായാലും എന്റെ പൊന്നു വി.ഡി. സാറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. ഉറപ്പാണ് നിങ്ങൾക്ക് 18ന്റെ അല്ലെ 66ന്റെ പണി കിട്ടും. എന്തായാലും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ എന്താ പറയണ്ടേ, അവിടെ പോയി അവരുടെ പരിപാടിക്കും പങ്കെടുത്തിട്ടാണ് അവൾ ഇമാതിരി തോന്നിയ ദിവസം കാണിച്ചത്. കഷ്ടം. ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമ്പോസ് ചെയ്യപ്പെടുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടില്ലാക്കി ചെറുതപ്പോൾ ബൈ, ലവ് യു ഗൈസ്.